ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ കിച്ചണിട്ട് നല്ല അടിപൊളി മസാല ദോശയും കട്ടിച്ചമ്മന്തിയൊക്കെ ആയിരുന്നു. ഒക്കെ കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ ആളവിടെ ഇരുന്ന് ഉറങ്ങിയിട്ടോ. ഒരു 4 ഇഞ്ചക്ഷനൊക്കെ ഇട്ടതോട് കൂടിയിട്ട് എൻ്റെ വേദനയ്ക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടി. പിന്നെ നെക്സ്റ്റ് ഡേ ഉണ്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ആപ്പവും കടല മസാല ആയിരുന്നു. അത് കഴിച്ച ശേഷം എനിക്കെന്തോ വയറിൽ തികയാത്ത പോലെ തോന്നി. 2 ആപ്പം ഉണ്ടോ കഴിച്ചത്. ഒരു നേന്ത്രപ്പഴം എടുത്ത് കഴിച്ചു. പ്രാവശ്യം ഗുളിക വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം. 3 ഗുളിക ഉണ്ടായിരുന്നുള്ളൂ. ആ 3 ഗുളികയും കഴിച്ചിട്ട് വീണ്ടും ഡോക്ടർ ഒരാഴ്ച നീണ്ട റെസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഇത് നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞും വീണ്ടും വിഷമിൻ്റെ വിളി വന്നു. കുറച്ച് ചിപ്സ് ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് 2 മാങ്ങയും മുറിച്ചിട്ട് ഞാനും റെസ്റ്റിലും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ചോറിന് മീൻകറിയും മീൻ വറുത്തതും ചോറൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ ഇത് മധുരത്തിന് വേണ്ടി 2 എക്ലെയർ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ചായക്ക് പഴം കൊണ്ടുള്ളൊരു സ്നാക്സും ചായയായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് വീണ്ടും ഒരു കോലുമിഠായൊക്കെ എടുത്ത് കഴിച്ചു. രാത്രിക്ക് ഉച്ചയ്ക്ക് വെച്ച മീൻകറി മീൻ പൊരിച്ചതും പപ്പടമൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് ഗുളികയും ഇക്കൊന്ന് നേരം വൈകി വന്നുകൊണ്ട് തന്നെ റസ്ലുവിന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അവനിക്ക് ആ ചെറി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ആ ചെറിയും അതിൻ്റെ കൂടെ ഒരുവായി കേക്കും കൂടി എടുത്ത് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കി. ഉറക്കം വരാണ്ടായപ്പോൾ വീണ്ടും 1 മണിയാകുമ്പോൾ എണീച്ച് ചായ വെച്ചു. അപ്പോൾ ഒക്കെ ഉണ്ടോ ചായയൊക്കെ വെച്ച് എന്ത് ചായ വെച്ചത് അച്ചപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ വിഷപ്പിൻ്റെ അസുഖങ്ങളുണ്ട് എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കുമോ. അങ്ങനെ അച്ചപ്പവും ചായയും കുടിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ ബിറ്റാ.